സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ വെച്ച് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കി കൊടുക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആശിരിൻ ലം യുറദ്ദ റബ്ബുനാ വഉദ്ദ ഉലാലിമൻ ഫീ ദീനിനാ. 10 ആൾക്കാരുടെ ദുആ അല്ലാഹു തആല തട്ടിക്കളയൂല എന്നാണ്. 10 മനുഷ്യന്മാരെ ദുആ ആശിരിൻ, 10 ആളുകളുടെ ദുആ ലം യുറദ്ദ റബ്ബുനാ, നമ്മുടെ റബ്ബ് തട്ടിക്കളയൂല. വഉദ്ദ ഉലാലിമൻ ഫീ ദീനിനാ, അതിൽ ഒന്നാമത്തേത് ആലിമിന്റെ ദുആ തട്ടിക്കളയൂല എന്നാണ്. വരുന്ന 7-ാം തീയതി, ജൂലൈ 7-ാം തീയതി മദ്രസയിലെ മുഅല്ലിം ഡേ ആണ്. എല്ലാ വർഷവും മുഅല്ലിം ഡേ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാവും. ഉസ്താദുമാരെ കുറിച്ച് പറയാനും മദ്രസയെ കുറിച്ച് പറയാനും മദ്രസക്ക് വേണ്ടി മുൻകാലത്ത് ഖിദ്മത്തെടുത്ത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാനും ഒക്കെയുള്ള ദിവസമാണ് മുഅല്ലിം ഡേ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ വേങ്ങര അടുത്ത് ഒരു സ്ഥലത്ത് ഒരു മദ്രസയുടെ 60-ാം വാർഷികത്തിന് പോയി. അപ്പോ അവിടെ ഇതേമാതിരി പൂർവ്വ വിദ്യാർത്ഥികളാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മദ്രസ ഒരു പഴയ മദ്രസൊക്കെ പൊളിച്ച് പുതിയതാക്കി 60 കൊല്ലമായി മദ്രസ തുടങ്ങിയിട്ട്. 60-ാം വാർഷികവും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും എല്ലാം ഉള്ള പരിപാടിയാണ്. അവിടുത്തെ സംഘാടകരായ ചെറുപ്പക്കാർ കുട്ടികൾ 60 കൊല്ലത്തിനിടയിൽ ആ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദുമാരെയും വീട്ടിൽ പോയി സന്ദർശിച്ചു. അതാണ് 60-ാം വാർഷികത്തിന്റെ വളരെ പ്രധാന പരിപാടി. ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നീച്ച് നടക്കാൻ പറ്റുന്നവരൊക്കെ വാർഷികത്തിന് ക്ഷണിച്ചു. നീച്ച് നടക്കാൻ പറ്റാതെ ദണ്ണത്ത് കിടക്കുന്നവർക്കൊക്കെ ഒരു ഹദിയ കൊടുത്ത് 1 കിലോ ആപ്പിളൊക്കെ വാങ്ങിക്കൊടുത്ത് ഫാത്തിഹ ഓതി ദ്വാർപ്പിച്ചു പോന്നു. മരിച്ച ആളുകളുടെ ഖബർ കണ്ടെത്തി പോയി സിയാറത്ത് ചെയ്ത് മടങ്ങി. 60-ാം വാർഷികാഘോഷാണ്. നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഉസ്താദന്മാരുണ്ടാവും. നാളൊരിക്കൽ ഞാൻ അങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളോടല്ല മുതിർന്ന ആൾക്കാരോട് തന്നെ, നിങ്ങളെ 1-ാം ക്ലാസ്സിലെ ഉസ്താദ് ആരായിരുന്നു എന്ന് ചോദിച്ചു. അതിൽ ഓല് പറഞ്ഞു കണ്ണടച്ച ഒരാളായിരുന്നു പറഞ്ഞു. ഇതൊക്കെയാണ് ഉസ്താദന്മാരെ പറ്റിയിട്ടുള്ള നമുക്കുള്ള അറിവേ. കണ്ണടച്ച ആള്, പാലത്തിന്റെ അപ്പുറത്തുനിന്ന് വന്ന ആള്, ഇതൊക്കെയാണ് നമുക്കുള്ള അറിവ്. 1-ാം ക്ലാസ്സിലെ ഉസ്താദിനെ മറന്നാ പിന്നെ നമ്മളൊന്നിനും പറ്റൂല. എന്താ കാരണം? പല്ലും കൂടിയും തേക്കാൻ മടിയുള്ള കാലത്ത് മൂക്കൊൽപ്പിച്ചിങ്ങാണ്ട് ചെന്നപ്പോ കൈയൊടിച്ചിങ്ങാണ്ട് അലിഫ് എന്ന് എഴുതി തന്ന ഉസ്താദാണ് 1-ാം ക്ലാസ്സിലെ ഉസ്താദ്. ആ അലിഫിൽ നിന്നാണ് PhD വരെ എത്തിയിട്ടുള്ളത്. മറന്നാ പിന്നെ എന്തിനാ നമ്മളെ പറ്റാം? അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വിഭാഗമാണ് ഗുരുനാഥന്മാർ, ഉസ്താദന്മാർ എന്ന് പറയുന്നത്. ഏറ്റവും ആദരവ് നൽകേണ്ടതും അവർക്ക് തന്നെയാണ്. ഗുരുവിനെ ആദരിക്കാത്തവർക്ക് 3 വിപത്തുകൾ വന്നു ചേരുമെന്നാണ്. ഗുരുവിനെ അനാദരിച്ചാൽ 3 വിപത്തുണ്ടാകും. ഒന്ന്, അവനിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും. 2, ഫൗത്തുർ റിസ്ഖ്, ഭക്ഷണം തടയപ്പെടും. 3, സൂഉൽ ഖാത്തിമ, അന്ത്യം ചീത്തയായി മരിക്കും. ഈ 3 കാര്യം ഗുരുനാഥന്മാരെ അനാദരിക്കുന്നവർക്കുണ്ടാവുമെന്നാണ്. ബാക്കി ഇജാബത്തുള്ള 1-ാമത്തെ മനുഷ്യൻ ആലിമാണ്. 2-ാമത്തേത് മുതല്ലിമാകുന്നു. 3-ാമത്തേത് യാത്രക്കാരനാകുന്നു. 4-ാമത്തേത് നോമ്പുകാരനാകുന്നു. 5-ാമത്തേത് ഹജ്ജ് ചെയ്യുന്നവനാകുന്നു. 6-ാമത്തേത് ഉമ്മയെ പ്രത്യേകമായി നോക്കിയവനാകുന്നു. മന നോക്കുന്ന ആൾക്ക് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. ഇങ്ങനെ 10 പേർക്ക് പ്രത്യേകമായി ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഹദീസുകളിലായി ഓരോരുത്തരായി എണ്ണിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽപ്പെട്ടതാണ് ദുആന്റെ മര്യാദകൾ എന്ന് പറയുന്നത്. അതിൽ 1-ാമത്തെ മര്യാദ സന്ദർഭം നോക്കണം എന്നതാണ്. 1-ാമത്തെ മര്യാദ ദുആന്റെ സന്ദർഭങ്ങൾ നോക്കണം. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. കൊല്ലത്തില്, ഒരു വർഷത്തില് 4 രാത്രികൾ ദുആക്ക് ഇജാബത്തുണ്ട്. 1 ശഅബാൻ 15-ന്റെ രാത്രിയാണ്. മറ്റൊന്ന് റജബ് 1-ന്റെ രാത്രിയാണ്.
മറ്റൊന്ന് ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ്, മറ്റൊന്ന് വലിയ പെരുന്നാളിന്റെ രാത്രിയാകുന്നു. അഞ്ചാമത്തൊന്നുകൂടി ഉണ്ട്, വെള്ളിയാഴ്ച രാത്രിയാകുന്നു. 5 സന്ദർഭങ്ങളിലെ ദുആക്ക് ഇജാബത്തുണ്ടാവും. 1 ശഅബാൻ 15 രാത്രി ബറാഅത്ത് രാവ്, 2 റജബ് 1 രാത്രി, 3 വെള്ളിയാഴ്ച രാവ്, 4 ചെറിയ പെരുന്നാളിന്റെ രാത്രി, 5 വലിയ പെരുന്നാളിന്റെ രാത്രി. ദുആക്ക് ഇജാബത്തുള്ള വെള്ളിയാഴ്ച രാവും ദുആക്ക് ഇജാബത്തുള്ള റജബ് 1 രാവും ചേർന്ന് വന്ന ദിവസത്തില് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ്. ഏത് മനുഷ്യന്റെയും ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് മരണം നോക്കിയിട്ടാണ്. അല്ലാഹു തആല പരിപൂർണ ഈമാനോടുകൂടെയുള്ള മൗത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. നമ്മളിപ്പോ തോരുന്നത് മരിക്കുമ്പോ ഒരു കെലിമയെല്ലാം കിട്ടാനാണ്, ഒറ്റ കെലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ മരിച്ചപ്പോൾ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച ഒരാളുണ്ട്. പാലക്കാട് ജില്ല നമ്മളെ തൊട്ടടുത്ത ജില്ലയാണ്. ആനക്കരയിൽ ജീവിച്ചിരുന്ന സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കോയക്കുട്ടി മുസ്ലിയാർ, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇവിടുത്തെ മുദരിസൻ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചാപ്പനങ്ങാടി വാപ്പുസ്താദിന്റെ ദിക്ർ ഹൽഖ ജീവിതകാലം മുഴുവനും കൊണ്ടു നടന്നു. അതിന്റെ വാർഷികത്തിന് പോയി. ഞാൻ ഒരിക്കൽ ഈ ഗൂഡല്ലൂരിൽ നിന്ന് കുറേ ഉള്ളോട്ട് പോയിട്ട് ഒരു സ്ഥലത്തൊരു പരിപാടിക്ക് പോയി. അപ്പൊ അവിടെ ചാപ്പനങ്ങാടി ഒരു ദിക്ർ ഹൽക്കുണ്ട്. മഹാനായ കോയക്കുട്ടി ഉസ്താദ് വഫാത്താകുന്നത് വരെയും അവിടെ കൊല്ലത്തിലൊരിക്കൽ വാർഷികത്തിന് വരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചാപ്പനങ്ങാടി വാപ്പുസ്താദിന്റെ ദിക്ർ ഹൽക്ക ജീവിതകാലം മുഴുവൻ കൊണ്ടു നടന്നു. 1000 ലാ ഇലാഹ ഇല്ലല്ലാഹയാണത്. യാദൽ ജലാലി വല്ലിക്റാമുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂമുണ്ട്, കുറച്ച് സലാത്തുണ്ട്. മക്കളെ വിളിച്ച് പേരക്കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് ചാപ്പനങ്ങാടിയുടെ ദിക്ർ ഹൽക്ക നടത്തി 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞിട്ട് ലോകത്തോട് വിട പറഞ്ഞു മഹാനായ കോയക്കുട്ടി ഉസ്താദ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു മനുഷ്യന്റെ വഫാത്താണ് അയാളുടെ ജീവിതം ശരിയോ തെറ്റോ എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സന്ദർഭങ്ങളെ നോക്കുക എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞത്. സമയം നോക്കണം, സന്ദർഭം നോക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഴ പെയ്യുന്ന സമയത്തുള്ള ദുആ എന്ന് പറയാനാണ് ഈ കാര്യം പറഞ്ഞത്. ദുആന്റെ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട അദബാണ് ദ്വാരക്കാനുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ നോക്കണം. ദുആ ചെയ്യാനുള്ള സന്ദർഭങ്ങളിൽ ദുആ ചെയ്യണം. പെരുന്നാൾ ദിവസം ദുആ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ദിവസമാണ്. വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഇങ്ങനെ. അതുകൊണ്ട് എല്ലാ അദബുകളെയും പരിഗണിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറണം. ദുഃഖത്തിന്റെ ഏക പരിഹാര മാർഗം ദുആയാണ്. വിഷമത്തിന്റെയും ദുഃഖത്തിന്റെയും ഏറ്റവും വലിയ പരിഹാര മാർഗമാകുന്നു ദുആ എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ദുആന്റെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. 1 ചോദിച്ചത് അതേമാതിരി തരിക, 2 ചോദിച്ചതിനേക്കാൾ ഖൈറായത് തരിക, 3 ചോദിച്ചതിന് കൂലി തരിക. ദുആന്റെ ഇജാബത്ത് 3 എണ്ണാണ്. 1 ചോദിച്ചത് അതേമാതിരി തരിക. പടച്ചോനെ എന്റെ പെരപ്പണി പൂർത്തിയാക്കി തരണേ, ഒന്നാമത്തെ ഇജാബത്ത് പൂർത്തിയാക്കി തരിക. രണ്ടാമത്തെ ഇജാബത്ത് അതിനേക്കാൾ ഖൈറായത് തരിക. പൂർത്തിയായതൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞപ്പോ അതിനേക്കാൾ വലിയൊരു സ്ഥലം നല്ലൊരു പേരും വേറെ കിട്ടി, അതൊരു ഇജാബത്താണ്. മൂന്നാമത്തൊരു ഇജാബത്തുണ്ട്, ചോദിച്ചത് അതേമാതിരി തരാന് അള്ളാനെ തന്നെ വേണമെന്നൊന്നുമില്ല, കാദറാജിനെ കൊണ്ടും പറ്റും. മുപ്പരത്ത് പൈസ ഉണ്ട്, 1000 റുപ്യ ചോദിച്ചു വേടുത്തു തന്നു. ചോദിച്ചതിനേക്കാൾ നന്നാക്കി തരാന് അംസക്കുട്ടിയാജിനെ കൊണ്ടും പറ്റും. അതേ സമയത്ത് ചോദിച്ചതിന് കൂലി തരാൻ അള്ളാനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ദുആയിൽ പ്രതീക്ഷിക്കേണ്ടത് മൂന്നാമത്തതാണ്, അത് അള്ളാനെ കൊണ്ട് മാത്രം പറ്റുന്നതാണ്. ദ്വാരന്നതിന് കൂലി തരാ എന്ന് പറയണത്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ദ്വാരക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുന്നത്. അടച്ചോനെ എന്താ കാട്ട് റബ്ബേ,
5 നേരം സുബഹി നിസ്കരിച്ചിട്ടും ഇന്റെ പെരപ്പണി തീരുന്നില്ല, ദ്വാരക്കന്നെ എന്നിട്ട് തീരുന്നില്ല. അപ്പുറത്തെ മറ്റോണ്ടല്ലോ, ഓനെ കേക്കോട്ട് ഉന്തിയാ പടിഞ്ഞാട്ട് ഉന്തിയാലും കേക്കോട്ടേക്ക് മറിഞ്ഞിട്ടേ വിഗുള്ളൂ. ഓന് തട്ടുമല തട്ടിട്ടു. എന്തിനാ റബ്ബേ എന്നെ ഇങ്ങനെ ആക്കണത് എന്ന് തോന്നല് മാറണമെങ്കിൽ ദുആന്റെ ഇജാബത്ത് 3 ഉണ്ട് എന്ന് മനസ്സിലാവണം. 1 ചോദിച്ച മാതിരി തരിക, 2 ചോദിച്ചതിനേക്കാൾ ഹൈറായത് തരിക, 3-മത്തത് ചോദിച്ചതിന് കൂലി തരിക. അതിനാണ് ശരിക്കും അള്ളാഹു തരാൻ ആവശ്യമുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ദുആന്റെ ഏറ്റവും വലിയ ഇജാബത്ത്. ഇങ്ങളെന്നോട് ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് തന്നോളാം എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്നോട് ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങളെന്നോട് ചോദിച്ചോളി ഞങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ്, പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തരാനുള്ളോൻ പറഞ്ഞതാണ്. തരുന്ന് പറഞ്ഞാൽ തരണോൻ പറഞ്ഞ തന്നെയാണ് നിങ്ങളെന്നോട് ചോദിച്ചോളി ഞാൻ തരാന്ന്. പിന്നെന്താ പ്രശ്നം? ഇവിടുന്ന് തരാന്ന് പറഞ്ഞിട്ടില്ല, അതാണ് പ്രശ്നം. ഇവിടുന്ന് തരാന്ന് പറഞ്ഞിട്ടില്ല, ഞമ്മക്ക് തോന്നുമ്പോ തരാന്ന് പറഞ്ഞിട്ടില്ല, ഓന് തോന്നുമ്പോ തരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ വിചാരം ഞമ്മക്ക് തോന്നുമ്പോ തരാന്നാ ഓൻ പറഞ്ഞത് എന്നാണ്. അങ്ങനെയല്ല പറഞ്ഞത്. അവന് തോന്നുമ്പോൾ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തരാന്ന് പറഞ്ഞാൽ തരും. അതുകൊണ്ട് ദുആന്റെ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തി ദ്വാരക്കണം. ദുആഇന്റെ എല്ലാ അദബുകളെയും മനസ്സിലാക്കണം, എല്ലാ മര്യാദകളെയും മനസ്സിലാക്കണം. ചില ആളുകളുടെ ദുആ ചില ആളുകൾക്ക് പ്രത്യേകം ഇജാബത്തുണ്ടാവും. ഉസ്താദുമാരുടെ ദുആ ശിഷ്യന്മാർക്ക് പ്രത്യേകം ഇജാബത്തുള്ളതാണ്. മാതാപിതാക്കളുടെ ദുആ മക്കൾക്ക് പ്രത്യേകമായി ഇജാബത്തുള്ളതാണ്. ഉസ്താദിന്റെ ദുആ ശിഷ്യന്മാർക്ക് പ്രത്യേക ഇജാബത്തുണ്ട്. നമ്മളെ മുമ്പൊക്കെ വയതിന്റെ ഒക്കെ മുന്നേ ബുർദബൈത്ത് ചെല്ലും. ആമിൻ തദക്കുരി ജിഹ്റാനിൻ ബിസലമി മാ സജത ദമ്മൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ബഹുമാനപ്പെട്ട